ആശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമുണ്ട്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. കുഷ്ഠരോഗിയുടെ കയ്യിൽ വെണ്ണുണ്ടായിരുന്നു, നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്. അത് അയൊക്കെ തന്നെ തിന്നാനാ. ഞാൻ എന്തുറപ്പുമേ നിനക്ക് കാശ് തരും? നീ അത് എങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. 1 കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ. തിരിച്ചു വന്നാൽ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ നിന്നല്ലല്ലോ. അല്ല ആശാനെ, തിരിച്ചു വന്നാൽ ഞാൻ ജോലി എടുത്തു തരും. ജ്വാലിയ? എന്ത് ജ്വാലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീടോ മറ്റോ ആണോ? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. പോടാ. എനിക്കിത് വേണം ആശാൻ. പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കില് കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റിയില്ല. എന്തുകൊണ്ട്? ഗുരുഭക്തി. ഞാൻ ഒരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റും. വീണ്ടും കാണാം. ഇവിടെ വെച്ചല്ല, സെൻട്രൽ ജയിലിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ, പിണങ്ങി പോവുകയാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനങ്ങനെ വിചാരിച്ചോടോ? സത്യം. അത് എന്റെ വിവരക്കേടുണ്ടോ? പോയി വെള്ളം ചൂടാതെ നോക്കണോ. നിന്റെ പരോൾ എന്നാ കഴിയുന്നത്? തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDAY. ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. അടിച്ചു മാറ്റണ. എന്റെ തിണ്ണെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ. ഇത് മദ്രാസി ഒരാളുടെയാ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ കിട്ടും. വളരെ സന്തോഷം ആശാനെ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ. നീ അത് കണ്ടാങ്ക്രസ് ആക്കരുത്. എന്താ ആശാനെ, എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. പുത്തൻ സ്റ്റാൻഡേർഡ് 2000 ആണ്. ബസ് ചാർജ് എന്നാൽ മതി. മദ്രാസ്, സേലം വഴി മദ്രാസ്. AC കാറാണ്. ചാനൽ മ്യൂസിക് ഉണ്ട്. മദ്രാസ്, സേലം വഴി മദ്രാസ്. அப்பா என்ன பண்றீங்க? வேலையை கவனியப்பா. அங்கடா வேடிக்கை. என்ன வண்டியா இது? டப்பாவா? നമ്മളാണോ മുതലാളി? என்ன? நீங்க தானே முதலாளி? என்னென்ன தொழிலாளியா? பார்த்தா தெரியல. நான் தாயா பட்டறைக்கு முதலாளி. உனக்கு என்ன வேணும்? ஐயா, காப்பாத்தணும். காப்பாத்தணுமா? எப்படி? அண்ணாச்சி, இந்த வண்டி நம்ம வண்டி. கிளாஸ் மாറ്റി വൈകുന്നേരത്തിനകം തരണം. இல்லைன்னா கொலை பண்ணிடுவேன். கொலையா? ஏண்டா ஏன் ஒர்க் ஷாப்புக்கு வந்து என்னையே கொலை பண்றீங்க? உனக்கு என்ன திமிர் இருக்கணும்? അല്ല സ്വാമി, ഉങ്ങളെ അല്ല, എന്നെ. അവന്മാര് ഈ കാറിന്റെ ഉടമസ്ഥന്മാര്. ഞാൻ വെറും ഡ്രൈവർ. മലയാളി, ഏഴை, புவர் மேன். அடடா, இன்னைக்கு நிறைய வேலை இருக்கப்பா. நீ ஒண்ணு பண்ணு,
வண்டி இங்க விட்டுட்டு நாளை காலையில வா. ஐயோ நாளை காலையிலயா? இன்னு வைகுந்தேரம் வேணும். யோ முடியாதுன்னா முடியாதுதான். நாளை காலைல வாயா. போயா. டேய் வேலையை பாருடா. என்ன வேணும் சார்? என்ன இருக்கு? மசாலா தோசை, ஊத்தப்பம், இட்லி, வடை, பொங்கல், சப்பாத்தி, பரோட்டா. மசாலா தோசை என்ன விலை? 4 ரூபா 50 காசு. பிளைன் தோசை 3 ரூபா 50 காசு. வடை 1 ரூபா. ஒரு சாய மாத்திரம் கொடு. டேய் சுப்பிரமணி, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர். ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். முருகா, என்ன முதலாளி சௌக்கியமா? சௌக்கியம். உட்காரு உட்காரு. பாதிரா தங்கப்பன் എടാ ഭയങ്കര ദിനത്തന്തി വരില്ല ഇന്നേക്ക്? വന്നിരിക്കേ. കൊണ്ടിക്കോട്. അവിടെ മുങ്ങിട്ടവൻ ഇവിടെ പൊങ്ങിയ. വെള്ളപ്പകുതിയിൽ முதலமைச்சர் மழையில் நனைந்து கொண்டே குறைகளை கேட்டார். ബാധിക്കപ്പെട്ടവർക്ക് ഉണവ് പൊട്ടളം. മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. തേങ്ങിക്കിടക്കും തണ്ണീரை പമ്പ് വൈത്ത് അകற்ற അധികാരികൾക്ക് കട്ടളയിട്ടാർ. എടാ തങ്കപ്പ, എടാ പാടിയാ തങ്കപ്പ. ഏയ് തങ്കപ്പ, നില്ലടാ പുല്ലേ അവിടെ. ഏയ് തങ്കപ്പ, ഏയ് ഞാനാണ് തങ്കപ്പ. എടാ പാതിരാ. പാതിരാവാ? യാർനീ? യാർനിയാ? എടാ ഞാൻ തോമാ, തൊരപ്പൻ. തുറപ്പനാ? എന്ത് തുറപ്പൻ? എന്നെ നിനക്കറിയില്ലേ? നീ പേശരുത് എന്നെ മൊഴി. ഒണ്ണുമേ പുരിയില്ലേ? ഉനക്ക് എന്നപ്പാ വേണോ? എടാ തെണ്ടി, പകല് മുഴുവൻ ഉറങ്ങുകയും പാതിരായ്ക്ക് ഡ്രാക്കുളയെ പോലെ എഴുന്നേറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിനക്ക് പാതിരാ തങ്കപ്പൻ എന്ന് ഓമനെ പേരിട്ട ഈ തൊരപ്പൻ തോമയെ നീ മറന്നുപോയടാ. പൈത്യം, എനിക്ക് നിറയെ വേല ഇരിക്ക്. അപ്പൊ നീ തങ്കപ്പൻ അല്ലയാ? ഇല്ല. മലയാളം തെരിയാതാ? തെരിയാത് തെരിയാത് തെരിയാത്. സോറി, ഞാൻ വേറെ മനിതനെന്ന് നനച്ചേ. വണക്കം. വണക്കം. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ നീ മലയാളം മറന്നിട്ടില്ലല്ലേ? മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. അയ്യോ അയ്യോ തോമാ. അപ്പൊ നീ പേരും പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ. ജാതി മാറി, പേര് മാറി, പെണ്ണും കെട്ടി, ഭാര്യയുടെ പേര് ജ്ഞാനസുന്ദരി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇന്ന് ഞാൻ ശംഭു അയ്യരാണ്. മോഷണം, പിടിച്ചു പറി തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സ്ത്രീധനമായിട്ട് എനിക്ക് 2 ടാക്സി കാറുകൾ കിട്ടി. എന്റെ കഠിനാധ്വാനം കൊണ്ട് ഞാനത് 4 ടാക്സി കാറാക്കി. നീ ജയിലിൽ ചാടിയോ? അല്ല, പരോളിലാണ്. 2 ദിവസത്തിനകം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും നിന്നെ പോലാവും. ഏതായാലും നിന്നെ കണ്ടത് നന്നായാലേ. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അത് മാത്രം വേണ്ട. അത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. ബ്രാഹ്മണനോ? അതെ, ശംഭു അയ്യർ. എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ഞാനൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ
അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട്, അവിടെ തങ്ങിക്കോ. തുക്കടാ ലോഡ്ജ്? അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ. ഞാൻ വൈകുന്നേരം വരാം. വരണമെന്നില്ല, വൈകുന്നേരം പോലീസ് അവിടെ എത്തും. നിനക്കൊരു കാര്യം അറിയാവൂ, നിന്നെ പിടിച്ചു കൊടുത്താ എനിക്ക് 10,000 രൂപ ഗവൺമെന്റ് തരും. ഇനാം പ്രഖ്യാപിച്ചത്. ആ പണം കൊണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ താമസിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. എന്റെ വീട്ടിലൊഴിച്ച് എവിടെയാ നിനക്ക് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. അത് വേണോ? വേണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അന്തസ്സുള്ള കള്ളന്മാരെ പോലെ എനിക്കൊന്ന് സൂഹിക്കണം. അണ്ണാച്ചി, അണ്ണാച്ചി, ഇതേതാ സ്ഥലം? என்ன இந்த സ്ഥലം എന്ത സ്ഥലം? சேலம். സേലമാ? ഇവിടെ നിന്നും മദ്രാസിക്ക് എവ്വളവ് ദൂരം? கிட்டத்தட்ட ஒரு 300-400 கிலோமீட்டர் இருக்கும். 400 കിലോമീറ്ററാ? ஆமா. എന്റെ കർത്താവേ, മദ്രാസിൽ ചെന്ന് കാറ് കൊടുത്തിട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ കയറണം. നാളെ രാവിലെ തിരുവനന്തപുരം ജയിലിൽ ചെന്നില്ലെങ്കിൽ എന്റെ സ്ഥിതി. അയ്യോ, என்ன പോയാ? ഓ, ഞാൻ പോലീസുകാരനാണോ അലക്കാരനാണോ? ഏതായാലും സംഗതി ചെത്തി. ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാൻ. മര്യാദയ്ക്ക് സത്യം പറയണോ അതോ ഇനി അലക്കണോ? ഇനി അലക്കോ ഡ്രൈ ക്ലീൻ ചെയ്യോ ഒന്നും വേണ്ട. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് അറിയാൻ മേല. ഞാൻ വണ്ടി കൊടുത്തു എന്ന് സത്യമാണ്. ഇന്നലെ വരാമെന്നും പറഞ്ഞതാ. അവന്റെ ആശാന്റെ ഇതിൽ കൂടുതൽ ചെയ്യോ ഞാൻ സ്വപ്നത്തിൽ പോലും. ആശാനോ? താനോ? എന്തിന്റെ ആശാൻ? താൻ എന്താണ് അയാളെ പഠിപ്പിച്ചെന്ന് മര്യാദയ്ക്ക് പറയുന്നോ അതോ? അയ്യോ, എന്റെ പൊന്ന് സാറേ, ഞാൻ പറയാം, എന്നോട് ക്ഷമിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ട കാര്യം? ഡ്രൈവിംഗിന്റെ കൂടെ ഞാൻ കുറച്ച് മോഷണം കൂടി പഠിപ്പിച്ചു. അയ്യോ, പാട്ട എന്തോ എന്റെ ഒരു ഗുരുവുണ്ട്, അയാളാണ് ഞങ്ങളെ വഴി തെറ്റിച്ചത്. ആരാണ് അയാൾ? അത്തപ്പടി അന്തർമോൻ. ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട. തോമ എവിടെയുണ്ട്? തോമ ഇപ്പം മദ്രാസിലുണ്ട്. നമ്പർ 11 സുബ്രായ നഗർ, അശോകനഗർ, വിരുദനഗർ, മദ്രാസ്. ടാക്സി. എക്സ്ക്യൂസ് മീ, കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. അതെ സർ. എന്നാൽ ഞാനൊരു ഭയങ്കര രഹസ്യം പറയട്ടെ. ഞാനും ഒരു മലയാളിയാ. ഞാനൊരു മലയാളി പോലീസ് ഓഫീസറാണ്. ഓ, ഡ്രസ് കണ്ടിട്ടായിരിക്കും നോക്കുന്നത്. കള്ളക്കടത്തുകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടിരിക്കുന്നതാ. അങ്ങനെ ഏതെങ്കിലും സ്മഗ്ലേഴ്സ് എന്റെ അടുത്ത് കമ്പനി അടിക്കാൻ വരുമ്പോ എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ടാക്സിക്കാർക്കും റിക്ഷക്കാർക്കും ഓട്ടോക്കാർക്കും ഒക്കെ കുറ്റാന്വേഷണത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കാൻ പറ്റും. ഈ മദ്രാസിൽ എനിക്ക് വേണ്ടി സ്വല്പം ചാരപ്പണി നടത്താൻ സമ്മതമാണോ? സർ, ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. മദ്രാസിൽ വന്നാൽ ഉടൻ തമിഴ്നാട് പോലീസ് അതോറിറ്റീസുമായി ബന്ധപ്പെടണമെന്നാണ് നിയമം. ഒരു മിനിറ്റ്, എന്റെ ഈ പെട്ടിയും ബാഗും നോക്കിക്കോണേ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് പോരാം. ഓക്കെ? എക്സ്ക്യൂസ് മീ, ഐ എം എ പോലീസ് ഓഫീസർ. എനിക്കൊരു അർജന്റ് ഫോൺ കോൾ ചെയ്യണം. ഇങ്ങ ക്യൂ സിസ്റ്റം. ഈ ക്യൂ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതന്നെ പോലീസുകാരാ. ഞങ്ങൾക്ക് എന്തോന്ന് ക്യൂ? അതൊക്കെ നീ പാലിച്ചാ മതി. എനിക്കത് പ്രശ്നമല്ല. നീ പേഴ്സണല്ല, ഞാൻ ഓഫീഷ്യലാ. പോലീസ് ഓഫീസർ
கலாட்டா பண்றீங்க சரியா இருக்கு സ്റ്റാറില്ലല്ലോ സാധാ പോലീസ് ആണല്ലേ ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ വിൻസെന്റ് ഡിസൂസ ഫ്രം കേരള സർക്കിൾ ഇൻസ്പെക്ടറാ നീയാ ഒന്നെ പാത്താ പോലീസ് മാതിരി തിരികെയില്ലേ തിരിടം മാതിരി இருக்கா തിരുട്ട് ഓക്കിത്തരം പറഞ്ഞാലുണ്ടല്ലോ എങ്ങനാ ഒന്ന് ഐഡന്റിറ്റി കാരങ്ക ഐഡന്റിറ്റി കാർഡ് ഇന്ന് നിന്നെ കൊണ്ട് സല്യൂട്ട് അടുപ്പിച്ചിട്ട് ബാക്കി കാര്യം അതെ കാറിനകത്ത് പെട്ടിക്കകത്തായി പോയി വായാ അയ്യോ ആ ടാക്സി എവിടെ അതിനകത്തായിരുന്നു എന്റെ പെട്ടിയും ബാഗും ഒക്കെ ഉണ്ടായിരുന്നത് മദ്രാസിൽ മോഷണം ഉണ്ടല്ലേ നിങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ പെട്ടിയും ബാഗും മോഷണം പോയി മിസ്റ്റർ அப்படியே அந்த கார் நம்பர் உனக்கு தெரியும் കാർ നമ്പർ ஐயோ ராஸ்கல் പൈസ കിടാ നീ ഞാനൊരു രസം പറയട്ടെ ആക്ച്വലി ഞാൻ ഒരു ജയിൽ പുള്ളി ജയിൽ പുള്ളി പിടിക്കാൻ